എല്ലാവർക്കും ഗ്ലാഡ്സോൺ അക്കാദമിയുടെ UGC നെറ്റ് ജനറൽ പേപ്പറിലെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഏരിയയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഏരിയ ലെവൽസ് ഓഫ് ടീച്ചിങ് ആണ്. UGC നെറ്റ് പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പേപ്പർ 1 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ലെവൽസ് ഓഫ് ടീച്ചിങ്. കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഏതാണ്ട് 70% ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം വന്നിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ലെവൽസ് ഓഫ് ടീച്ചിങ്. വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഈ ഒരു ക്ലാസ്സോട് കൂടിയിട്ട് എന്ത് ചെയ്യാം, ലെവൽസ് ഓഫ് ടീച്ചിങ്ങിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കവർ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ഏതാണ് ലെവൽസ് എന്നാണ്. ദ ഫസ്റ്റ് ലെവൽ ഈസ് മെമ്മറി ലെവൽ. Okay, the next one is understanding level. The third one is reflective level. 3 levels are പറഞ്ഞത് memory level, understanding level. The last higher level is reflective level. Okay, നമുക്ക് ഓരോ ലെവൽസിന്റെ പ്രാധാന്യം എന്താണ് അതിനകത്ത് വരുന്നത് നോക്കാം. Okay, the first one is memory level. Memory levelന്റെ പ്രൊപ്പോണന്റ് എന്ന് പറയുന്നത് ഹെർബർട്ട് ആണ്. ഓർത്തു വെക്കുക, മെമ്മറി ലെവൽ പ്രൊപ്പോൺ ചെയ്തിട്ടുള്ളത് ഹെർബർട്ട് ആണ്. ഹെർ മെമ്മറി ഓർത്തു വെക്കുക. സിമ്പിൾ ട്രിക്ക് ഉണ്ട്, ഹെർ മെമ്മറി, അവളുടെ മെമ്മറി എന്ന് ഓർത്തു വെച്ചാൽ മതി. ഹെർബർട്ട് മെമ്മറി ലെവൽ ലേണിംഗ്. മെമ്മറി ലെവൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസിക് ലെവൽ ഓഫ് ടീച്ചിങ് ആണ്. ഓക്കെ, ഏറ്റവും ബേസിക് ലെവൽ ഓഫ് ടീച്ചിങ് ആണ് മെമ്മറി ലെവൽ ടീച്ചിങ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായി ഓർത്തു വെക്കുക, ഇതിന്റെ എയിം എന്ന് പറഞ്ഞത് അക്വയർ ദ നെയിം ഓഫ് ദ ടോപ്പിക്. ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു ടീച്ചിങ്ങിന്റെ ഏരിയയുടെ നെയിം മാത്രം ഓർത്തു വെക്കുന്ന ലെവലാണ് മെമ്മറി ലെവൽ. അതിന് പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് റീകോളിംഗ് ആൻഡ് റീറ്റെയിനിങ്. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ലേണറെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് റീകോളിങ്ങും റീറ്റെയിനിങ്ങും മാത്രമാണ് ആ ലെവൽസ് എന്ന് പറയുന്നത്. ഒരു ടീച്ചർ സെന്റേർഡ് പ്രോസസ്സാണ്. ഒരു ലീനിയർ ആയിട്ട് ടീച്ചർ ക്ലാസ് റൂമിനകത്ത് കുട്ടികളോട് ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലീനിയർ പ്രോസസ്സാണ്. അതിനടുത്ത് നടക്കുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത് സ്ട്രക്ചറിങ് ആണ്, ഗൈഡിങ് ആണ്, ക്ലോസ് സൂപ്പർവിഷൻ ഓഫ് സ്റ്റുഡൻറ്. കുട്ടികളുടെ അറ്റൻഷൻ ഒക്കെ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലെവലാണ് മെമ്മറി ലെവൽ ടീച്ചിങ്. ഓർത്തു വെക്കുക, മെമ്മറി ലെവൽ ടീച്ചിങ്ങിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഓർത്തു വെക്കേണ്ടത് പ്രൊപ്പോണന്റ്. ആരാ പ്രൊപ്പോണന്റ്? മെമ്മറി ലെവലിന്റെ പ്രൊപ്പോണന്റ് ഹെർബർട്ട് ആണ്. അക്വന്റ് എന്താണ്? അക്വന്റ് ദ നെയിം. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ഡൈജസ്റ്റീവ് സിസ്റ്റം, ദഹന വ്യവസ്ഥ ക്ലാസ് റൂമിനകത്ത് പഠിപ്പിക്കുക ടീച്ചർ. അതിനകത്ത് ജസ്റ്റ് ദഹന വ്യവസ്ഥ എന്താണ്, ദഹന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ, ഓർഗൻസ് ഏതൊക്കെയാണ്, വാട്ട് ആർ ദ ഓർഗൻസ് ഇൻ ദ ഡൈജസ്റ്റീവ് സിസ്റ്റം, ജസ്റ്റ് അത് റീറ്റെയിൻ ചെയ്യുക, അത് ഒന്ന് ഓർത്തെടുക്കുക എന്നുള്ള ആ ലെവൽ ഓഫ് ടീച്ചിങ്ങിനാണ് മെമ്മറി ലെവൽ. ഓക്കെ, മനസ്സിലായില്ലേ? നെക്സ്റ്റ് വൺ ഈസ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ. ഒന്നും കൂടെ ഹയർ ലെവലാണ്. അത് മുന്നോട്ട് വെക്കുന്നത് മൊറിസൺ ആണ്. ഓക്കെ, മൊറിസന്റെ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ. അതിനകത്ത് പറയുന്ന എയിം ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞത് കൺസെപ്ച്വലൈസേഷൻ ഓഫ് ഐഡിയാസ് ആൻഡ് ഫാക്ട്സ്. ജസ്റ്റ് റീറ്റെയിനിങ് അല്ല, ജസ്റ്റ് കൺസെപ്ച്വലൈസേഷൻ ആണ്. ഒരു മാസ്റ്ററി കണ്ടന്റിന്റെ, ഒരു നോളജിന്റെ കൺസെപ്ച്വലൈസേഷൻ ആണ്. കൺസെപ്റ്റ് മനസ്സിലാക്കുക. അത് സബ്ജക്ട് സെന്റേർഡ് ആണ്. എന്താണ്? സബ്ജക്റ്റിനാണ് അതിനകത്ത് പ്രധാനപ്പെട്ട, സബ്ജക്റ്റിനെയാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. അത് ഇന്ററാക്ഷണലാണ്, ടീച്ചറും പീപ്പിളും തമ്മിൽ ഇന്ററാക്ഷണൽ ആയിട്ട് നടക്കുന്ന പ്രോസസ്സാണ് അണ്ടർസ്റ്റാൻഡിങ് ലെവലിനകത്ത്. അണ്ടർസ്റ്റാൻഡിങ് ലെവലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സീയിങ് റിലേഷൻഷിപ്പ് വിത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. എക്സാമ്പിൾ ടീച്ചർ ആ കണ്ടന്റ് എങ്ങനെയാണ് ഇത് പഠിപ്പിക്കുക വെച്ചാൽ ആക്ടിവിറ്റി നടക്കുന്നത് സീയിങ് റിലേഷൻഷിപ്പ് ആണ്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എക്സാമ്പിൾസ് റിലേഷൻഷിപ്പിലൂടെയാണ് ആ മാസ്റ്ററി ഓഫ് കണ്ടന്റ് കുട്ടികളിലേക്ക് ഡെലിവർ ചെയ്യുന്നത്. അതാണ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ, മൊറിസന്റെ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ. ഓർത്തു വെക്കണം, സീയിങ് റിലേഷൻഷിപ്പ് വിത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എക്സാമ്പിൾസ്. എക്സാമിനകത്ത് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. സീയിങ് റിലേഷൻഷിപ്പ് ഉള്ളത് ഏത് ലെവൽസ് ഓഫ് ടീച്ചിങ്ങിനാണ് ചോദിക്കുക? ഏതാണ്? അണ്ടർസ്റ്റാൻഡിങ് ലെവല്. അത് മാസ്റ്ററി ഓഫ് നോളജ് ആണ്. ഫോർ എക്സാമ്പിൾ ഡൈജസ്റ്റീവ് സിസ്റ്റം പഠിപ്പിക്കുന്ന സമയത്ത് ഓർഗൻസിന്റെ പ്രാധാന്യം, ഓരോ ഓർഗൻസിന്റെ ഡ്യൂട്ടീസ് എന്താണ്, ആ ഓർഗൻസിന്റെ പ്രാധാന്യം എന്താണ്, ആ ഓർഗൻസ് എന്തൊക്കെ ഫംഗ്ഷനിങ് ആണ് നടത്തുന്നത്, ആ ലെവലിലേക്ക് ടീച്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എന്ന് വിളിക്കുക. ദെൻ നെക്സ്റ്റ് വൺ ഇസ് റിഫ്ലക്റ്റീവ് ലെവൽ. ഇറ്റ്സ് എ ഹയർ ലെവൽ ഓഫ് ടീച്ചിങ് ആണ് റിഫ്ലക്റ്റീവ് ലെവൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഹണ്ട് ആണ്. പേരുകൾ ഓർത്തു വെക്കുക, HMH ഓർത്തു വെക്കുക, ഹെർബർട്ട്, മൊറിസൺ, ഹണ്ട്. ഓക്കെ, അതിനകത്ത് എയിംസ് ഓഫ് ടീച്ചിങ് പറയുന്നത് ഡെവലപ്പ് ഇൻസൈറ്റ് ടു സോൾവ് പ്രോബ്ലംസ്. ഹയർ ലെവൽ ഓഫ് തിങ്കിങ് ആണ്. അതിനകത്ത് പ്രോബ്ലം സോൾവിങ്, ഇൻഡിപെൻഡന്റ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് നടക്കുന്ന ഒരു ഏരിയ, നടക്കുന്ന ടീച്ചിങ് ലെവൽ ആണ് ഇത് റിഫ്ലക്റ്റീവ് ലെവൽ. എന്തൊക്കെയാണ്? പ്രോബ്ലം സോൾവിങ്ങും
ഇൻഡിപെൻഡന്റ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്. ഓക്കെ, അത് നടക്കുന്നത് റിഫ്ലക്റ്റീവ് ലെവൽ. ആ ലെവലിന്റെ പ്രത്യേകത അത് ലേണർ സെന്റേഡ് ആണ്. ലേണർ സ്വയമാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ക്രിട്ടിക്കലി തിങ്ക് ചെയ്യുന്ന ലേണർ എന്താണ്, ഇൻഡിപെൻഡന്റ് ആയിട്ടാണ്. ഓക്കെ, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലി തോട്ട്ഫുൾ ആക്ടിവിറ്റിയാണ്. ഏത് റിഫ്ലക്റ്റീവ് ലെവലിൽ ഹൈലി തോട്ട്ഫുൾ ആക്ടിവിറ്റിയാണ്. There is an optimum scope for cognitive interchange and requiring analysis and synthesis. Okay, ഓർത്ത് വെക്കുക, highly thoughtful activity ആണ്. Optimum scope for cognitive interchange and requiring analysis and synthesis. Okay. അതിനകത്ത് വെക്കുന്നത് മെമ്മറി ലെവൽ. മെമ്മറി ലെവൽ നേരത്തെ നമ്മൾ പറഞ്ഞു ലോവസ്റ്റ് ലെവലാണ്. അതിലെന്താണ്, ടീച്ചർ ഈസ് ആക്റ്റീവ്, ടീച്ചർ ആക്റ്റീവ് ആണ്, ലേണർ ഈസ് പാസീവ് ആണ്. അല്ലെ, കണ്ടന്റ് ഡെലിവറി ചെയ്യുന്ന സമയത്ത് ബേസിക് കണ്ടന്റ് ആണെങ്കിൽ ടീച്ചർ ആക്റ്റീവ് ആയിരിക്കും, ലേണർ കേട്ടിരിക്കുക മാത്രമാണ്. ദെൻ അണ്ടർസ്റ്റാൻഡിംഗ് ലെവലാണ് മിഡിൽ ലെവലാണ്. ടീച്ചറും ലേണറും എന്താണ്, ബോത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്റ്റീവ് ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്നത്. ദെൻ റിഫ്ലക്റ്റീവ് ലെവലോ ഇസ് ദ ഹയസ്റ്റ് ലെവൽ. ടീച്ചർ ഈസ് ഡെമോക്രാറ്റിക്, ടീച്ചറും സ്റ്റുഡന്റ് തമ്മിലൊരു ഡെമോക്രാറ്റിക് കമ്മ്യൂണിക്കേഷൻ എല്ലാ സമയത്തും റിഫ്ലക്റ്റീവ് ലെവൽ നടക്കും. അതിൽ സ്റ്റുഡന്റ് ആയിരിക്കും കുറച്ചും കൂടെ ആക്റ്റീവ് ആയിട്ട്, ഇൻഡിപെൻഡന്റ് ആയിട്ട് ക്രിട്ടിക്കൽ തിങ്കിങ് പ്രോസസ് ഒക്കെ നടക്കുന്നതുകൊണ്ട് സ്റ്റുഡന്റ് ആയിരിക്കും കുറച്ചും കൂടെ ആക്റ്റീവ്. ഇതിനകത്ത് ഔട്ട്പുട്ട്, മെമ്മറി ലെവലിന്റെ ഔട്ട്പുട്ട് എന്താണ്, ഒന്നുമില്ല, റോട്ട് ലേണിംഗ്, എന്താണ്, കാണാപ്പാഠം പഠിക്കാം, മെമ്മറൈസ് ദ ഫാക്ട്, ലോ, ഫോർമുല ഒക്കെയാണ്. ദെൻ അണ്ടർസ്റ്റാൻഡിംഗ് ലെവലാണ് അണ്ടർസ്റ്റാൻഡിംഗ് ദ ഫാക്ട്, ഇൻഫർമേഷൻ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദെയർ ഓൺ പർപ്പസ്, സ്കോപ്പ്, റിലേഷൻഷിപ്പ് കണ്ടെത്തലൊക്കെ അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിലാണ്. ദെൻ റിഫ്ലക്റ്റീവ് ലെവലാണ് ടാലന്റ് ആൻഡ് കാപ്പബിലിറ്റി ആർ ഡെവലപ്ഡ് ടു ഫേസ് റിയൽ ടൈം പ്രോബ്ലം ഇൻ ലൈഫ്. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ പ്രോബ്ലംസിനെ ഫേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ടീച്ചിങ് നടത്തുന്നതാണ് റിഫ്ലക്റ്റീവ് ലെവൽ. ഓക്കെ, 3 ലെവൽസ് ഓർത്ത് വെക്കുക. മെമ്മറി ലെവൽ, ദെൻ നെക്സ്റ്റ് വൺ എന്താ, യെസ്, അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ, ദെൻ റിഫ്ലക്റ്റീവ് ലെവൽ. ആരാ മെമ്മറി ലെവൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാ? മെമ്മറി ലെവല് ഹെർ മെമ്മറി ഓർത്ത് വെക്കുക. ഹെർ മെമ്മറി, ഹെർബർട്ട് ആണ് മെമ്മറി ലെവൽ. ദെൻ അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ മൊറിസൺ അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഹണ്ട്, HMT ഓർത്ത് വെക്കുക. ഓക്കെ, ഇത്രയാണ് ഇതിനകത്ത്. പിന്നെ അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ പ്രധാനമായിട്ട് ഓർത്ത് വെക്കേണ്ടത് എന്താണ്, അതിനകത്ത് സീയിങ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എക്സാമ്പിൾസ്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആയിട്ടാണ് ഈ ഏരിയക്കകത്ത്. ഈ ഏരിയയുടെ പ്രത്യേകത നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാം. അല്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് വൺ ഈസ്, in which level of teaching seeing of relationship is promoted as an objective? Seeing of relationship ഏതിലാ വരാം? നമ്മൾ ഒരു മെമ്മറി ലെവൽ എന്താണ്, റോട്ട് മെമ്മറൈസേഷൻ ആണ്. റിഫ്ലക്റ്റീവ് ലെവൽ ആണ് പ്രോബ്ലം സോൾവിംഗ് ആണ്, ഹയർ ഇൻഡിപെൻഡന്റ് ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്, ഹയർ ലെവലാണ്. ഓക്കെ, സീയിങ് ഓഫ് റിലേഷൻഷിപ്പ് ഏതിലാ വരാം? യെസ്, ദാറ്റ് ഈസ് ഇൻ അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ടീച്ചർ ഗീവ്സ് lot of positive and negative examples to support his or her presentation in the classroom. This will be related to which level of teaching? ഏത് ലെവലായിരിക്കും? മെമ്മറി ലെവലാണോ? അല്ല. ദെൻ റിഫ്ലക്റ്റീവ് ലെവൽ അല്ല. ദെൻ ഓട്ടോണമസ് ഡെവലപ്മെന്റ് ലെവൽ നമ്മൾ പഠിക്കുന്നില്ല, അത്ര പ്രധാനപ്പെട്ടതല്ല. ബാക്കി 3 ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ഏതാണ്? അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ. ഓക്കെ, അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിലാണ് നമ്മൾ പറഞ്ഞു പോസിറ്റീവ് നെഗറ്റീവ് എക്സാമ്പിൾസ് ഒക്കെ വെച്ച് അതിന്റെ റിലേഷൻഷിപ്പ് ഒക്കെ കണ്ടിട്ട് ടീച്ചിങ് ലേണിംഗ് പ്രോസസ് നടക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, വിച്ച് ലെവൽ ഓഫ് ടീച്ചിങ് ഈസ് ഓൾസോ ഡെസിഗ്നേറ്റഡ് ആസ് എക്സ്പ്ലോറേറ്ററി അണ്ടർസ്റ്റാൻഡിംഗ്? വിച്ച് ലെവൽ ഓഫ് ടീച്ചിങ് ഈസ് ഓൾസോ ഡെസിഗ്നേറ്റഡ് ആസ് എക്സ്പ്ലോറേറ്ററി അണ്ടർസ്റ്റാൻഡിങ്? വെറും അണ്ടർസ്റ്റാൻഡിംഗ് അല്ല, എക്സ്പ്ലോറേറ്ററി അണ്ടർസ്റ്റാൻഡിംഗ്. അപ്പൊ എന്താണ്, അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിനായിട്ട് ഹയർ ആയിരിക്കും. അതേതാ വരിക? റിഫ്ലക്റ്റീവ് ലെവലാണ് എക്സ്പ്ലോറേറ്ററി അണ്ടർസ്റ്റാൻഡിംഗ്. ഓക്കെ, ദെൻ വരുന്ന ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓർത്ത് വെക്കുക. ഇൻ വിച്ച് ലെവൽ ഓഫ് ടീച്ചിങ് there is an optimum scope for cognitive interchange requiring analysis and synthesis? Okay, there is an optimum scope for cognitive interchange requiring analysis and synthesis. ഏതാ? മെമ്മറി ലെവലാണോ? അല്ല, മെമ്മറി ലെവൽ റോട്ട് മെമ്മറൈസേഷനും മറ്റു കാര്യങ്ങളും നടക്കുന്നത്. അണ്ടർസ്റ്റാൻഡിംഗ് എന്താണ്? സീയിങ് റിലേഷൻഷിപ്പ് ആണ്, ജനറൽ നോളജ് ആണ് അറ്റൈൻ ചെയ്യുന്നത്. ദെൻ ദാറ്റ് ഈസ് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് തിങ്കിങ്. വളരെ സിമ്പിൾ ആണ്, കണ്ടന്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ദാറ്റ് ഈസ് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് കടക്കാം. ഓക്കെ, ഇത് കഴിഞ്ഞ 2-3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിന് ഒരു ടേബിളാർ രൂപത്തിലേക്ക് മാറ്റിയിട്ടുള്ളതാണ്. ഡയറക്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ട്, മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന് അതിനൊരു ടേബിളായിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് വൺ ഈസ് ബേസിക് എഡ്യൂക്കേഷൻ. ബേസിക് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വാർത്താ എഡ്യൂക്കേഷൻ എല്ലാവർക്കും അറിയുന്ന ആരാ? ഗാന്ധിജി, മഹാത്മാഗാന്ധി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് ബേസിക് എഡ്യൂക്കേഷൻ ആൻഡ് വാർത്താ എഡ്യൂക്കേഷൻ. ദ നെക്സ്റ്റ് വൺ ഈസ് ലേണിംഗ്
takes place in nature and from nature. Learning takes place in nature and from nature. ആരാ? രവീന്ദ്രനാഥ ടാഗോർ. ഓക്കെ, രവീന്ദ്രനാഥ ടാഗോർ. ദെൻ ഇന്റഗ്രൽ എഡ്യൂക്കേഷൻ. ആരാ ഇന്റഗ്രൽ എഡ്യൂക്കേഷൻ പ്രൊപ്പോണ്ട് ചെയ്തിട്ടുള്ളത്? ശ്രീ അരബിന്ദോ. ശ്രീ അരബിന്ദോ ആണ് ഇന്റഗ്രൽ എഡ്യൂക്കേഷൻ പ്രൊപ്പോണ്ട് ചെയ്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ, focus on spiritual aspects of Indian philosophy. Focus on spiritual aspects of Indian philosophy. ആരാ? ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ. ഓക്കെ, ദെൻ എഡ്യൂക്കേഷൻ ടു ട്രാൻസ്ഫോം ഹ്യൂമൻ മൈൻഡ്. എഡ്യൂക്കേഷൻ ട്രാൻസ്ഫോം ഹ്യൂമൻ മൈൻഡിന്റെ ട്രാൻസ്ഫോർമേഷൻ ആണ് എഡ്യൂക്കേഷൻ. ആരാ? ജിതു കൃഷ്ണമൂർത്തി. ഓർത്തു വെക്കുക. ജസ്റ്റ് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യുക, അത്രേ അതിനകത്തുള്ളൂ. ജസ്റ്റ് ഓർത്തു വെക്കുക. കുറെ കാര്യങ്ങൾക്ക് അറിയുന്നതാണ്, അറിയാത്ത കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കുക, എക്സാമിനകത്ത് ചോദിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, കിൻഡർ ഗാർഡൻ. കിൻഡർ ഗാർഡൻ ഫോക്കസ് ഓൺ സെൽഫ് ആക്ടിവിറ്റി അല്ലെ? സെൽഫ് ആക്ടിവിറ്റിയാണ് കിൻഡർ ഗാർഡൻ ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് സെൽഫ് ആക്ടിവിറ്റി ഉണ്ട്, ക്രിയേറ്റീവ്നെസ് ആൻഡ് സോഷ്യൽ കോപ്പറേഷൻ. എന്താ കിൻഡർ ഗാർഡൻ? നിങ്ങൾക്ക് അറിയുന്നതാണ്. LKG UKG, എന്താ ലോവർ കിൻഡർ ഗാർഡൻ, അപ്പർ കിൻഡർ ഗാർഡൻ. ആ ഒരു കൺസെപ്റ്റ് പ്രീ പ്രൈമറിയിലുള്ള ആ കൺസെപ്റ്റ് മുന്നോട്ട് കൊണ്ടുവരുന്നത് ഫ്രോബലാണ്. ഓക്കെ, കിൻഡർ ഗാർഡൻ കൺസെപ്റ്റ് മുന്നോട്ട് കൊണ്ടുവന്നത് ഫ്രോബൽ. ഓക്കെ, ദെൻ മറിയ മോണ്ടിസോറി. മോണ്ടിസോറി ക്ലാസ് റൂമുകളെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മറിയ മോണ്ടിസോറി എന്താണ്? ജോൺ ഡിയുടെ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, ലേണിംഗ് ബൈ ഡൂയിങ്. ജോൺ ഡി പറഞ്ഞ ലേണിംഗ് ബൈ ഡൂയിങ് എന്നത് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് ആണ്. ഡെവലപ്മെന്റ് ഓഫ് ഇൻഡിവിജ്വാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് മറിയ മോണ്ടിസോറി. ജോൺ ഡിയുടെ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. ഈ മോണ്ടിസോറി സ്കൂളുകൾ ഓർത്ത് നോക്കുക. മറിയ മോണ്ടിസോറി എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, ജോൺ ഡ്യൂയി സെൽഫ് എഡ്യൂക്കേഷൻ ത്രൂ ഡെവലപ്മെന്റ് ഓഫ് ഇൻഡിവിജ്വാലിറ്റി. ഓക്കെ, ഇതിനകത്ത് കൂടുതൽ എലാബറേറ്റ് ചെയ്തൊന്നും പറയുന്നില്ല, ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെച്ച് ബൈ ഹാർട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് മാക്സിം ഓഫ് ടീച്ചിങ്. എന്താണ് മാക്സിം ഓഫ് ടീച്ചിങ്? Maxims are the technique of teaching. Simply, maxims are the technique of teaching which a teacher used to create and sustain interest and attention of the student. എന്താണ്? ഒരു ടീച്ചർ ക്ലാസ് റൂമിനകത്ത് കുട്ടിയുടെ ഇൻട്രസ്റ്റും അറ്റൻഷനും കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻട്രസ്റ്റും അറ്റൻഷനും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്കുകളാണ് മാക്സിം ഓഫ് ടീച്ചിങ്. ഒരുപാട് ടെക്നിക്ക് അകത്തുണ്ട്, നിങ്ങൾക്ക് അറിയുന്നതാണ് മോസ്റ്റ് ഓഫ് ദം. എന്നാലും എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. മാക്സിം ഓഫ് ടീച്ചിങ്. ഓക്കെ, മാക്സിം ഓഫ് ടീച്ചിങ് ആർ ദ ടീച്ചിങ് technique എന്താണ്? which a teacher used to create and sustain interest and attention of the student. Okay, then it make teaching process more effective and meaningful. ഒരു ക്ലാസ് റൂമിനകത്ത് ടീച്ചിങ്ങിനെ മോസ്റ്റ് make a teaching process more effective and meaningful. അതും ഓർത്ത് വെക്കുക. ഫസ്റ്റ് വൺ ഈസ് ഏറ്റവും പ്രധാനപ്പെട്ട, this is related to first maxim, that one is from known to unknown. എന്താണ്? റിട്ടൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ഇഫ് ന്യൂ നോളജ് ക്യാൻ ബി ലിങ്ക്ഡ് വിത്ത് ദ നോൺ വൺ. യെസ്, ഓഫ് കോഴ്സ്. ദെൻ ദ ഫസ്റ്റ് വൺ ഈസ് നോൺ ടു അൺനോൺ. കുട്ടി അറിയുന്ന കാര്യത്തിൽ നിന്ന് അറിയാത്ത കാര്യങ്ങൾ, കുട്ടി ഇതുവരെ കേട്ട് പരിചയ, കുട്ടി എൻ്റെ പ്രൈമറി എഡ്യൂക്കേഷനിലോ കുട്ടിയുടെ സറൗണ്ടിങ്സിനൊക്കെ കേട്ട് പരിചയം അല്ലേ, കുട്ടിക്ക് അറിയുന്ന കാര്യങ്ങൾ ക്ലാസ് റൂമിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അറിയാത്ത കാര്യത്തിലേക്ക് കടക്കുന്നതിനാണ് നോൺ ടു അൺനോൺ. ദെൻ സിമ്പിൾ ടു കോംപ്ലക്സ് അല്ലെ? സാധാരണ എല്ലാ ക്ലാസ്സിലും ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ് സിമ്പിൾ ടു കോംപ്ലക്സ്. ദ ടീച്ചർ ഷുഡ് സ്റ്റാർട്ട് വിത്ത് സിമ്പിൾ തിങ്സ് ആൻഡ് ഐഡിയാസ് ആൻഡ് ദീസ് ക്യാൻ ബി ഡൺ വിത്ത് ഡേ ടു ഡേ എക്സ്പീരിയൻസ്. ആ സിമ്പിൾ ഐഡിയ എന്തായെന്ന് ഡേ ടു ഡേ എക്സ്പീരിയൻസ് എന്നായാൽ ഏറ്റവും ബെറ്റർ ആണ് ഇഫ് പോസിബിൾ. ഓക്കെ, ദെൻ ഗ്രാജുവലി എ ടീച്ചർ ക്യാൻ മൂവ് ടുവേർഡ്സ് കൺസെപ്റ്റ് ആൻഡ് ടെക്നിക്കൽ ടൈം. ഒരു സിമ്പിൾ ടൈം, ഡേ ടു ഡേ ലൈഫിൽ ഒരു സിമ്പിൾ കാര്യം പറഞ്ഞിട്ട് ഗ്രാജുവലി എന്ത് ചെയ്യുക, കുട്ടി മോർ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കൽ ടൈമിലേക്ക് കിടക്കുക. ഓക്കെ, അതിന്റെ ബെനിഫിറ്റ് എന്താ? ഇറ്റ് ക്രിയേറ്റ് ഇൻട്രസ്റ്റ് എമംഗ് ലേണർ ടു അക്വയർ ന്യൂ നോളജ്. ഒരു ന്യൂ നോളജ് അക്വയർ, സിമ്പിൾ കാര്യങ്ങൾ പറഞ്ഞാൽ കുട്ടിക്ക് എന്ത് ചെയ്യും, കോംപ്ലക്സ് കാര്യത്തിലേക്ക് കടക്കുമ്പോൾ ന്യൂ നോളജ് അക്വയർ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് കുട്ടികൾക്ക് ഉണ്ടാവും. അതാണ് സിമ്പിൾ ടു കോംപ്ലക്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫ്രം സീൻ ടു അൺസീൻ. കുട്ടി കണ്ട കാര്യം, കുട്ടിക്ക് നേരിട്ട് കണ്ട അനുഭവത്തിലുള്ള കാര്യങ്ങൾ, ഡേ ടു ഡേ എക്സ്പീരിയൻസിൽ അനുഭവത്തിലുള്ള കാര്യങ്ങൾ, അത് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, കുട്ടി അൺസീൻ, കുട്ടി ഇതുവരെ കാണാത്ത സംഭവിച്ചു പോയത് അല്ലെങ്കിൽ സംഭവിക്കാൻ ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറയുന്നതിനാണ് സീൻ ടു അൺസീൻ. ദ നെക്സ്റ്റ് വൺ, ഫ്രം കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്റ്റ്. കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അബ്സ്ട്രാക്റ്റിലേക്ക് കിടക്കുക. അത് കോൺക്രീറ്റ് ഒബ്ജക്റ്റീവ് എന്നൊക്കെ പറഞ്ഞ് ദെൻ മൈക്രോ ചെറിയ കാര്യങ്ങളിലേക്ക് കിടക്കുക. ദെൻ particular to general. The student should be presented with the examples. Okay, presented with examples first and then general laws. ആദ്യം എന്ത് ചെയ്യുക, എക്സാമ്പിൾസ് ഫസ്റ്റ് പ്രസന്റ് ചെയ്യുക, അതിൽ നിന്ന് ജനറൽ ലോസ് ആൻഡ് ദ ഡെറിവേഷൻ ക്യാൻ ബി എക്സ്പ്ലെയിൻ ടു ദം. ഓക്കെ, ദാറ്റ് ഈസ് particular to general. Then last one is from whole to part, complete to part. ഫോർ എക്സാമ്പിൾ, നമ്മൾ ക്ലാസ് റൂമിനകത്ത് ഒരു ട്രീയെ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് ആദ്യം ഒരു കംപ്ലീറ്റ് ട്രീയെ വിവരിച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ദെൻ
ട്രങ്ക്, ബ്രാഞ്ചസ്, ലീവ്സിലേക്ക് കടക്കുന്നതായിരിക്കും കൂടുതൽ എന്ത് ചെയ്യുക, കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവുക. അതാണ് വോൾട്ട് പാർട്ട്. അത് മുന്നോട്ട് വെക്കുന്ന ഒരു ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് ആണ്. സൈക്കോളജിസ്റ്റിലെ പ്രധാനപ്പെട്ട ആളാണ് ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് ആണ് അത് മുന്നോട്ട് വെക്കുന്നത്. ഏത്? ഫ്രം all to part have proved that we first see the all object and then its part. എന്താണ് പ്രൂവ് ചെയ്യുന്നത്? ഫസ്റ്റ് നമ്മൾ ഒരു ഓൾ പാർട്ടാണ്, ദെൻ അതിന്ന് പാർട്സിലേക്ക് കടക്കുന്നതാണ്. ഇത്രയുമാണ് ഇതിനകത്ത് വരുന്നത്. മാക്സിമം ഓഫ് ടീച്ചിങ് ഫ്രം നോൺ ടു അൺനോൺ, സിമ്പിൾ ടു കോംപ്ലക്സ്, seen to unseen, concrete to abstract, from particular to general, from all to part. എക്സാമിനകത്ത് ചോദിക്കും മാക്സിമം ഓഫ് ടീച്ചിങ് എന്താണ്, അതിനകത്ത് വരുന്ന ടെക്നിക്കുകൾ എന്താണെന്നുള്ളത്. ഓക്കെ, ഓർത്ത് വെക്കുക. ദെൻ മൈക്രോ ടീച്ചിങ്. എന്താ മൈക്രോ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾ BEd കഴിഞ്ഞ ആളുകളൊക്കെ ആണെങ്കിൽ ഒരു സംശയം ഉണ്ടാവില്ല, മൈക്രോ ടീച്ചിങ് എന്താണ്, അതിനകത്തൊരു പ്രയാസം ഉണ്ടാവില്ല. എന്താ മൈക്രോ ടീച്ചിങ്? മൈക്രോ ടീച്ചിങ് ഈസ് എ ടീച്ചർ ട്രെയിനിങ് ടെക്നിക്ക്. ദാറ്റ്സ് നോട്ട് എ ടീച്ചിങ് മെത്തേഡ് അല്ല, ടീച്ചർ ട്രെയിനിങ് ടെക്നിക്ക്. എന്തിനാ? ഫോർ ലേണിംഗ് ടീച്ചിങ് സ്കില്ല്. ഓക്കെ, ഒരു കുട്ടിക്ക് ടീച്ചിങ് സ്കില്ല് പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്കാണ്, ടീച്ചർ ട്രെയിനിങ് ടെക്നിക്കാണ് മൈക്രോ ടീച്ചിങ്. അതാണ് ടീച്ചർമാർക്ക്, ടീച്ചർ ആവാനുള്ള BEd ട്രെയിനീസോ TTC ട്രെയിനീസോ ടീച്ചർ എഡ്യൂക്കേറ്റേഴ്സിന് അവരുടെ ടീച്ചിങ് സ്കില്ല് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ് ടീച്ചർ ട്രെയിനിങ് മെത്തേഡ്. അതിനകത്ത് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്, ഹു ഇൻവെന്റഡ് ദ മൈക്രോ ടീച്ചിങ്? ആരാ? ഡ്വൈറ്റ് W. Allen, DW Allen. ഡ്വൈറ്റ് W. Allen ആണ് മൈക്രോ ടീച്ചിങ് ഇൻവെന്റ് ചെയ്തിട്ടുള്ളത്. ഓർത്തു വെക്കുക, മൈക്രോ ടീച്ചിങ് ഈസ് എ ടീച്ചർ ട്രെയിനിങ് ടെക്നിക് ഇൻവെന്റഡ് ബൈ ഡ്വൈറ്റ് W. Allen. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, ഇറ്റ് എംപ്ലോയ്സ് റിയൽ ടീച്ചിങ് സിറ്റുവേഷൻ ഫോർ ഡെവലപ്പിംഗ് ടീച്ചിങ് സ്കിൽസ്. ഒരു ക്ലാസ് റൂമിനകത്ത് കുട്ടിക്ക് എന്ത് ചെയ്യില്ല, ടീച്ചിങ് സ്കില്ല് ഒറ്റയടിക്ക് ഡെവലപ്പ് ചെയ്യില്ല. അത് റിയൽ ക്ലാസ് റൂം സെറ്റിൽ അത് കുട്ടി പ്രാക്ടീസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ് മൈക്രോ ടീച്ചിങ്. ഓക്കെ, നമുക്കറിയാം ടീച്ചിങ് പറഞ്ഞാൽ ഒരു കോംപ്ലക്സ് സ്കില്ലാണ്. കഴിഞ്ഞ പോർഷനകത്ത് നമ്മൾ പറഞ്ഞു ഒരുപാട് കോംപ്ലക്സ് ഓഫ് സ്കിൽസ് ആണ്. ഇൻട്രൊഡക്ഷൻ സ്കില്ല്, എക്സ്പ്ലനേഷൻ സ്കില്ല്, ക്വസ്റ്റ്യനിങ് സ്കില്ല്, ബ്ലാക്ക് ബോർഡ് സ്കില്ല്, കൺക്ലൂഷൻ സ്കില്ല്, അങ്ങനെ ഒരുപാട് സ്കില്ലുകളാണ് ഒരു ക്ലാസ് റൂമിനകത്ത് ഒരു ടീച്ചർക്ക് വേണ്ടി വരിക. ആ സ്കില്ലുകളെ ഓരോ മൈക്രോ സ്കില്ലുകളാക്കി, ഇൻട്രൊഡക്ഷൻ സെപ്പറേറ്റ്, എക്സ്പ്ലനേഷൻ സെപ്പറേറ്റ്, ക്വസ്റ്റ്യനിങ് സ്കില്ല് സെപ്പറേറ്റ്, അങ്ങനെ കൺക്ലൂഡിങ് സ്കില്ല് സെപ്പറേറ്റ്, അങ്ങനെ സെപ്പറേറ്റ് സ്കില്ലുകളാക്കിയാണ് നമ്മൾ എന്ത് ചെയ്യുക, മൈക്രോ ടീച്ചിനകത്ത് ടീച്ച് ചെയ്യുക. അതിനകത്ത് സ്റ്റാൻഫോർഡ് ടെക്നിക്കിനകത്ത് 6 സ്റ്റെപ്പുകൾ പറയുന്നുണ്ട്. എന്താണ്? പ്ലാൻ, ഫസ്റ്റ് വൺ ഈസ് പ്ലാൻ, ദെൻ ടീച്ച്, ദെൻ ഫീഡ്ബാക്ക്. ഒരു കുട്ടി ഏതെങ്കിലും ഒരു സ്കില്ല് പഠിപ്പിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു, അത് ക്ലാസ് റൂമിനകത്ത് ടീച്ച് ചെയ്യുന്നു, അത് ഓഡിയൻസിന്റെ ഫീഡ്ബാക്ക്. ഓഡിയൻസ് മോസ്റ്റ് പ്രോബബ്ലി മൈക്രോ ടീച്ചിങ്ങിൽ എന്താണ്, പിയർ ഗ്രൂപ്പ് തന്നെ ആയിരിക്കും. ആ പിയർ ഗ്രൂപ്പിന്റെ ഫീഡ്ബാക്ക് എടുക്കുന്നു. ആ ഫീഡ്ബാക്ക് ബെറ്റർ ആയില്ല, കുട്ടിയുടെ ഏതെങ്കിലും ഒരു സ്കില്ല്, ഇൻട്രൊഡക്ഷൻ ആണ്, അങ്ങനെ ഏതെങ്കിലും ഒരു സ്കില്ല് ബെറ്റർ അല്ലെങ്കിൽ അതെന്ത് ചെയ്യും, വീണ്ടും റീപ്ലാൻ ചെയ്യാൻ വേണ്ടി ഫീഡ്ബാക്ക് പ്രകാരം വീണ്ടും റീപ്ലാൻ ചെയ്യുന്നു, വീണ്ടും ടീച്ച് ചെയ്യുന്നു, ദെൻ ഫീഡ്ബാക്ക്. ഇത്രയാണ് മൈക്രോ ടീച്ചിങ്. മൈക്രോ ടീച്ചിങ് ഇസ് എ ടീച്ചർ ട്രെയിനിങ് ടെക്നിക്ക്. വിട്ടുപോകരുത്, മൈക്രോ ടീച്ചിങ് ഇസ് എ ടീച്ചർ ട്രെയിനിങ് ടെക്നിക്ക്. ഇത് ഇൻവെന്റ് ചെയ്ത ആരാണ്? ഡ്വൈറ്റ് W. Allen. അതിന്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? പ്ലാൻ, ടീച്ച്, ഫീഡ്ബാക്ക്, റീപ്ലാൻ, റീടീച്ച്, ഫീഡ്ബാക്ക്. ഓർത്ത് വെക്കുക. Then simply the diagram show what is going on micro teaching. The cycle is, first one is plan, teach, feedback, replan, reteach, ഫീഡ്ബാക്ക്. ഓക്കെ, ഇത്രയാണ് മൈക്രോ ടീച്ചിങ്ങിനകത്ത്. വളരെ സിമ്പിൾ ആണ്, ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെച്ച് പഠിക്കുക.